ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ 2025 നമ്മൾ എല്ലാ ദിവസവും വീഡിയോ ചെയ്യാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ചാനലിന് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ വ്യൂവേഴ്സും കുറവായതുകൊണ്ടായിരുന്നു വീഡിയോ നിർത്തിയത്. ഇനിയും ഈ ഒരു വർഷം നല്ല രീതിയിൽ തന്നെ വീഡിയോ നമ്മുടെ ചുരുങ്ങിയ കുറച്ച് സബ്സ്ക്രൈബേഴ്സ്, അതായത് ഡെയിലി വീഡിയോ കാണുന്ന വ്യൂവേഴ്സിന് വേണ്ടി മാത്രം നമ്മൾ ആ ഒരു വീഡിയോ ചെയ്യാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കറക്റ്റായിട്ടുള്ള അപ്ഡേറ്റ്സുകൾ നമ്മൾ ഇനി എല്ലാ ദിവസവും ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകളും അതോടൊപ്പം തന്നെ OTT അപ്ഡേറ്റ്സുകളും പറയുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ നമുക്ക് ന്യൂ ഇയർ സ്പെഷ്യൽ ആയിട്ടുള്ള OTT റിലീസിനെ കുറിച്ച് നോക്കാം. ഇന്നൊരു ചിത്രം സർപ്രൈസ് ആയിട്ട് OTT വഴി റിലീസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സിജു വിൽസൺ കേന്ദ്ര കഥാപാത്രമായിട്ടെത്തിയ പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്ന സിനിമയാണ്. ചിത്രത്തിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ സിജു വിൽസൺ, PP കുഞ്ഞികൃഷ്ണൻ, കൃഷ്ണേന്ദു, അതോടൊപ്പം തന്നെ നിഷ സാരംഗ്, സുധീഷ് തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രയ്ക്ക് PG പ്രേംദാസ് ഡയറക്റ്റ് ചെയ്ത് ഏപ്രിൽ മാസം 26 തിയേറ്ററിലോട്ടെത്തിയ ചിത്രമായിരുന്നു പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്ന സിനിമ. സിജു വിൽസന്റെ നല്ലൊരു മികച്ച സ്റ്റോറി തന്നെ ചിത്രത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ടെന്ന് അന്ന് റിവ്യൂകളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് എല്ലാം തന്നെ മനോരമ മാക്സ് സ്വന്തമാക്കി ഡിസംബർ 31, അതായത് ഇന്നലെ ഇന്ന് വെളുപ്പിനോട് കൂടി ഈ ഒരു സിനിമ ഇപ്പോഴത്തെ മനോരമ മാക്സ് സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിനിമ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് മനോരമ മാക്സ് വഴി ഈ ഒരു സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഈ ആഴ്ച റിലീസ് ചെയ്യുമ്പോൾ, അതായത് 3 റിലീസ് ചെയ്യുമ്പോൾ മറ്റൊരു ചിത്രം എന്ന് നോക്കുകയാണ് നമ്മുടെ കനി കുസൃതി കേന്ദ്ര കഥാപാത്രമായിട്ടെത്തിയ ഓൾ വി ഇമാജിനാസ് ലൈറ്റ് എന്ന് പറയുന്ന ഒരു 18+ ചിത്രമാണ്. എന്നൊക്കെയാണ് ചിത്രം കേരളത്തിലെ തിയേറ്ററുകളിൽ ഒരു റെസ്പോൺസുകളൊക്കെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ചിത്രത്തിന് വിദേശ മാർക്കറ്റിൽ നല്ലൊരു കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് എല്ലാം തന്നെ Disney+ ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കിയിട്ടുണ്ട്. ഈ വരുന്ന ജനുവരി മാസം 3 ഹിന്ദി മലയാളം പതിപ്പ് ഹോട്ട്സ്റ്റാർ വഴി സ്ട്രീമിംഗ് നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഈ 2 ചിത്രങ്ങളാണ് ന്യൂ ഇയർ പ്രമാണിച്ച് റിലീസ് എത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ബേസിൽ ജോസഫ് കേന്ദ്ര കഥാപാത്രമായിട്ടെത്തിയിരിക്കുന്ന സൂക്ഷ്മദർശിനി എന്ന് പറയുന്ന സിനിമയുടെ OTT അപ്ഡേറ്റ്സുകളൊക്കെ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. ചിത്രത്തിന്റെ OTT റൈറ്റ്സ് എല്ലാം തന്നെ സ്വന്തമാക്കിയിരിക്കുന്നത് Disney+ ഹോട്ട്സ്റ്റാർ ആണ്. ചിത്രത്തിന്റെ അണിയറ പ്രവർത്തനത്തിന് പുറത്തുവിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപക്ഷെ ഈ വരുന്ന വീക്കെൻഡിലോ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയിലോ കൂടി നമുക്ക് സൂക്ഷ്മദർശിനി എന്ന് പറയുന്ന സിനിമ ഹോട്ട്സ്റ്റാർ വഴി കാണാൻ സാധിക്കുന്ന പ്രതീക്ഷിക്കാം. ഇത്രയും ചിത്രങ്ങളുടെ കൺഫേംഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ് പുറത്തു വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പുഷ്പ എന്ന് പറയുന്ന സിനിമയുടെ OTT റൈറ്റ്സ് എല്ലാം തന്നെ നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഡേറ്റ് ഇതുവരെയും കൺഫേം വന്നിട്ട് എന്തൊക്കെയാണ് ചിത്രം തിയേറ്ററുകളിൽ ഇപ്പോഴും വലിയൊരു കളക്ഷൻ സ്വന്തമാക്കുന്നതുകൊണ്ടാണോ അല്ലെങ്കിൽ ചിത്രത്തിന്റെ OTT റിലീസ് നീട്ടിയതാണോ എന്ന് അറിയത്തില്ല. സാധാരണ ഒരു ചിത്രം റിലീസ് ചെയ്ത് 30 ദിവസത്തിന് ശേഷം നെറ്റ്ഫ്ലിക്സ് കൂടുതൽ സിനിമകൾ അല്ലെങ്കിൽ വമ്പൻ ചിത്രങ്ങളെല്ലാം തന്നെ സ്ട്രീമിംഗ് നടത്തുന്നതാണ്. എന്നാൽ പുഷ്പയുടെ മികച്ച റെസ്പോൺസ് ആയിരിക്കും ഒരുപക്ഷെ OTT നീട്ടി പോകുന്നത്. എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ ചിത്രത്തിന്റെ OTT റിലീസിനായിട്ട്. അപ്പോൾ ഇത്രയും ചിത്രങ്ങളാണ് ന്യൂ ഇയർ പ്രമാണിച്ച് അല്ലെങ്കിൽ കൺഫേം ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പം വരും ദിവസങ്ങളിൽ കൂടുതൽ അപ്ഡേറ്റ്സുകളുമായിട്ട് നമ്മൾ നിങ്ങളുടെ മുമ്പിലോട്ട് എത്തുന്നതായിരിക്കും. അപ്പോൾ ഏറ്റവും പുതിയ സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള OTT അപ്ഡേറ്റ്സുകൾക്കും ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകളും ലഭിക്കാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.